ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നേ മൈദ കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ എല്ലാവരും കിണ്ണത്തപ്പം ഉണ്ടാകുമ്പോഴത്തേക്കും അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരി ഉപയോഗിച്ചല്ലേ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് മൈദ കൊണ്ട് എങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ ദാണ്ടെ ശർക്കര ഞാളിനോടുകൂടി പൊട്ടിച്ചിട്ട് ശർക്കര പാനി പോലെ ഞാൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ശർക്കര തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു മുറി ഇല്ല, ഒരു മുറിയുടെ പകുതി ഞാൻ തേങ്ങ എടുക്കുന്നുള്ളൂ. അപ്പോൾ ശർക്കര തിളച്ച് വരുന്നേ ഉള്ളൂ. ഇത് പാനിയായി വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ അങ്ങ് ചിരണ്ടി വയ്ക്കാം. ഞാൻ ഇവിടെ ഒരു ഉണ്ട ശർക്കരയാണ് പാനിയാക്കി വെച്ചിരിക്കുന്നത്. ഞാനത് വേറെ പാത്രത്തിലാക്കി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പ് അളവിൽ ഒരു 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ തേങ്ങ ചെരുവി എടുത്തത്. ഇത്രയും തേങ്ങയുടെ ആവശ്യമില്ല. ആവശ്യത്തിന് ഞാൻ ഇതിൻ്റെ ഈ ഒരു മുറി തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മൈദ, ഇത് 2 കപ്പ് മൈദ, ഈ അളവ് കപ്പാണ് എനിക്ക്. ഈ 2 കപ്പ് മൈദ ഇടുവാണ്. ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ ചിരണ്ടിയിട്ടിട്ടുണ്ട്, അരമുറി തേങ്ങ. പിന്നെ അത് 2 അല്ലെങ്കിൽ 3 ഇത് ഞാൻ ഏലക്ക ഇങ്ങനെ ഞാൻ പൊളിച്ചെടുത്തിരിക്കുവാണ്. 2 അല്ലെങ്കിൽ 3 അല്ലി ഏലക്ക ഞാൻ ഇതേപോലെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതും അതിനകത്തോട്ടിട്ടു. ആവശ്യത്തിന് നമുക്ക് പാനി ഒഴിക്കാം. അരിച്ചതാണ് പാനി. വെള്ളം അതനുസരിച്ച് ഒത്തിരി കൂടി പോകരുത്, ഒന്ന് കുറുക്കിയെടുക്കണം സംഭവം. ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുണ്ട്, പാനി ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഒരു കുറുക്ക് പരുവത്തിന് ആക്കാം. ഇനി അഥവാ പാനിയുടെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് മൈദപ്പൊടി ഇടാം. പാനി കൂടിയിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കുറുക്ക് പരുവത്തിൽ ആക്കി അത് അങ്ങ് യോജിപ്പിച്ച് എടുക്കാം. അങ്ങനെ പാനി ഒഴിച്ച് നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ശർക്കര പാനി ഒഴിച്ചത് ഇതുപോലെ ആയി വരണം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക്, ഇത് ഓപ്ഷണലാണ്, ഒരു 1/4 കപ്പ് പാല്, അതായത് ഞാൻ അരിപ്പൊടി ഉപയോഗിച്ച അതേ അളവ് കപ്പിൽ 1/4 കപ്പ് പാല് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു ഇച്ചിരി പാലും കൂടി ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ അത് ഓപ്ഷണലാണ്. പാൽ ആഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്നിട്ട് പാൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇച്ചിരി ഇത് കൂടി പോവുകയാണെങ്കിൽ അതനുസരിച്ച് ഒരു നുള്ളു പൊടിയും കൂടി ഇടുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി ഒരു ലേശം ഉപ്പ്, അതായത് നമ്മൾ എന്ത് അതായത് പായസം ഉണ്ടാക്കിയാലും എന്ത് മധുരത്തിൻ്റെ എന്ത് ഐറ്റം നമ്മൾ ഉണ്ടാക്കിയാലും ഒരു ലേശം ഉപ്പ്, ഒരു ലേശം മതി. ലേശം ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഉപ്പ് ഇടുന്നത് അതൊരു പ്രത്യേക സ്വാദാണേ. അത് എല്ലാവരും അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിവിടെ പായസം ഉണ്ടാക്കിയാലും ഇതുപോലെ തന്നെ എന്തെങ്കിലും കിണ്ണത്തപ്പം, അതുപോലെ തന്നെ കൊഴുക്കട്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോഴും മധുരം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും ഐറ്റം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് ലേശം നുള്ളു ഉപ്പും കൂടി, ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്യാറുണ്ട്. നല്ല സ്വാദാണ്. ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ആവി വെറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിലുള്ള പാത്രമാണ് എടുക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി നെയ്യ് തടവുന്നുണ്ട്, നെയ്യ് തൂക്കുന്നുണ്ട് പാത്രത്തിൽ. അപ്പോൾ എന്നിട്ട് നമുക്കിത് കോരി ഒഴിക്കാം. ഞാൻ ഇതിനകത്തോട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് കോരി ഒഴിച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുഴമ്പ് രൂപത്തിലായിരിക്കണം നമുക്ക് ബാറ്ററി കിട്ടേണ്ടത്. ഇതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കണം. ഇച്ചിരി തിക്കായാലും നമുക്ക് കുഴപ്പമില്ല, സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പാൽ ഓപ്ഷണലാണ്, പാൽ ഒഴിച്ചുകൊണ്ട് സോഫ്റ്റ് കിട്ടും അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിത് ഇനി ആവി കയറ്റാൻ വെക്കാൻ പോവുകയാണ്. നമ്മുടെ ആവി പാത്രത്തിൽ ഞാൻ ഇത് ആവി കയറ്റാൻ അങ്ങോട്ട് വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ ആവി കയറ്റിയ കിണ്ണത്തപ്പമാണിത്, മൈദ കൊണ്ടുണ്ടാക്കിയത്. ഞാൻ ഈ പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റുവാണ്. കണ്ടോ, വളരെ സോഫ്റ്റാണ് സംഭവം.
നമുക്കിനി ഇത് കട്ട് ചെയ്യാം.